Okay, so who all are the leaders? Yes, who all are the leaders? നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ലേ ലീഡേഴ്സ്? യെസ്, സെലക്ട് ചെയ്തിട്ടുണ്ടോ? Okay, who is going to give prayer? ആരാ prayer? ആരുമില്ലേ? ഞാൻ ചെയ്യാം മാം. Okay, Gina. Thank you. Please. Oh God, thank you for such a beautiful morning. Thank you for the gift of life as well as your mercy and goodness as I begin my day. I pray that you will guide me and make my steps fruitful. Thank you for hearing my prayer. Thank you, God. Okay, so thought of the day, sign in. ടീച്ചർ ഞാൻ ചെയ്യാം. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം. Yeah, sure. Where are you? How charming and beautiful is today's sunrise. Indeed, every sunrise is a new opportunity. We should not miss it. Very cheerful good morning to Jisha ma'am, my friends, and staff members behind this class. All of them heartily welcome this class. Thank you. Okay, Gayatri, thank you. Thank you so much. And once again, good morning to all. So, where were we? Module 1, part 3, unit 1. It's not completed. Maria Montessori, അത് complete ആയില്ലല്ലോ? So, എവിടെയാണെന്ന് ഒന്ന് പറയാമോ? ലാസ്റ്റത്തെ പാരഗ്രാഫ് എടുക്കണം ടീച്ചർ. ഷെയർ ചെയ്തോ. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ് മാം എടുത്തത്. ഓക്കെ ഓക്കെ, സ്ക്രോൾ ചെയ്ത് വെക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ?
കഴിഞ്ഞു. വേറൊരു ബാച്ചിന് ഇത് തന്നെ ഉണ്ട്. ബട്ട് രണ്ടുപേരും കൂടെ എനിക്ക് മാറി. സോ റൈറ്റിംഗ് ആൻഡ് റീഡിങ് അത് സ്റ്റാർട്ട് ചെയ്തോ? യെസ്. ഓക്കെ. സോ മോണ്ടിസോറി മെത്തേഡ് ഇനീഷ്യലി മറിയ മോണ്ടിസോറി ഒരു ഡിസൈൻ ചെയ്തു കുറച്ച് മെത്തേഡ്സ്. ബട്ട് ചില ഇൻസിഡൻസ് അൺഎക്സ്പെക്ടഡ്ലി ആക്സിഡന്റലി ഒക്കെ സംഭവിച്ചപ്പോഴേക്കും മറിയ മോണ്ടിസോറി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത് പലപ്പോഴും. റൈറ്റിംഗ് ആൻഡ് റീഡിങ് എപ്പോഴും പാരന്റ്സിന്റെ ഒരു കൺസേൺ അതാണല്ലോ, കുട്ടികൾ എഴുതുന്നില്ല, വായിക്കുന്നില്ല. അതിപ്പോ ഏത് ക്ലാസ് അല്ലെങ്കിൽ ഏത് സ്കൂള്, ഏത് മെത്തേഡ്, CBSE, ICSE, സ്റ്റേറ്റോ എന്ത് തന്നെയാണെങ്കിലും പാരന്റ്സ് എപ്പോഴും പറയുന്ന ഒരു കൺസേൺ കുട്ടികൾ എഴുതുന്നില്ല, വായിക്കുന്നില്ല. വീട്ടിൽ വന്നവരെന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് അങ്ങനത്തെ സമാധാനമാണ്. സിമിലർലി മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും ഫോഴ്സ്ഫുള്ളി റൈറ്റിംഗ് റീഡിംഗ് ഒന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി വരണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് മറിയ മോണ്ടിസോറി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ അടുത്തും പാരന്റ്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കുട്ടികളെ കൊണ്ട് എഴുതിക്കണം, വായിപ്പിക്കണം, അങ്ങനെ രീതിയിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരവരുടേതായ ഒരു യുണീക് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അതാണ് നമ്മുടെ റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിൽ വരുന്നത്. സോ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി. ഈവൻ ദോ വൈകി ജോയിൻ ചെയ്ത കുട്ടികൾ വരെയും നല്ല രീതിയിൽ തന്നെ എഴുതി വായിച്ചു എന്നാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് അവർ പറയുന്നത്. സോ അവർ ആ സെയിം മെത്തേഡ് തന്നെ പല രീതിയിൽ യൂസ് ചെയ്ത കുട്ടികളെ കൊണ്ട് എഴുത്തും വായനയും നന്നായിട്ട് തന്നെ ചെയ്യിച്ചു. ഓക്കെ. സോ ഹു വിൽ റീഡ്? ഈ ആഴ്ച ഇന്ന് ഈ ചാപ്റ്റർ തീരുമായിരിക്കും. നിങ്ങൾക്കാണോ ഒരു വീഡിയോ, റെക്കോർഡഡ് വീഡിയോ സംഭവം മിസ്സായി പോയത്? എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങളുടെ ബാച്ചിലായിരുന്നോ നമ്മളത് എടുക്കാന്ന് പറഞ്ഞത്? അതെ മാം. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനായിരുന്നു, ഇത് ഒരു ബാച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, ഹു വിൽ റീഡ്? ഞാൻ വായിക്കാം മാം. Maria Montessori did. Okay, ma'am, ഞാൻ വായിക്കാം. Yes, please. Maria Montessori did not have any intention to teach children to write so young, but the young children came to her and asked her to teach them to read and write. When parents also started to implore her to do so, Montessori had to agree. She and her assistant made some letters form out of cardboard and sandpaper so that children could trace these letters. According to Maria Montessori's opinion, depends upon mind and hand. Writing should lucidly flow as a natural outcome of movement. Maria Montessori understood this when, one December, she told a child to draw a picture of a chimney. The child took a chalk and obediently did his work. The child instantly cried out, "I can write, I can write." It was the first time he had ever written. Montessori found that writing came before reading. Maria Montessori wrote on a blackboard, "If you love me, give me a kiss. If you can read too, come to me." Children were reading these sentences for their own happiness. It was only on the fourth day that a little child approved of Montessori and gave her a kiss. Okay, fine. Okay. സോ മോണ്ടിസോറിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല, അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ഇങ്ങനെ എഴുതിപ്പിക്കുക, വായിപ്പിക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സും അവർക്ക് എഴുതണം, വായിക്കണം, അവരെ അതിനെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള രീതിയിൽ യങ് ചിൽഡ്രൻ അവരും വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ സംഭവം അറിയാം മോണ്ടിസോറിക്ക് അത് എഗ്രി ചെയ്യേണ്ട വന്നു. അങ്ങനെ മോണ്ടിസോറിയും അവരുടെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ടല്ലോ, അവര്
കാർഡ്ബോർഡിൽ അങ്ങനെ സാൻഡ് പേപ്പേഴ്സിലൊക്കെ മൂവബിൾ ആൽഫബറ്റ്സ് വെച്ചാൽ അവർ പറയണത് ബോർഡിൽ ഒരാൾ എഴുതി അത് നോക്കി വായിക്കുന്നതിനേക്കാൾ ബെറ്റർ ഇവരുടെ കയ്യിലൂടെ ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം മൂവ് ചെയ്യണതും അത് അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിൽ കുറച്ച് ഫോംസ് ഇവര് ഉണ്ടാക്കി. ലൈക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടും. സാൻഡ് പേപ്പർ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ സാൻഡ് പേപ്പറിന് ഒരു റഫ്നെസ് ആണുള്ളത്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആ സാൻഡ് പേപ്പറിന്റെ മുകളിലൂടെ ഇങ്ങനെ വിരൽ ഓടിക്കാനായിട്ട്. അപ്പൊ ഇവരുടെ ഫിംഗേഴ്സിലെ മസിൽസ് നല്ല പോലെ ഡെവലപ്പ് ആകും, അതിന് ഒരു മൂവ്മെന്റ് കിട്ടും. സോ കുട്ടികൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ അതിലൂടെ ഇങ്ങനെ ട്രേസ് ചെയ്ത് അവര് ലെറ്റേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയോ? പറഞ്ഞിരുന്നോ നമ്മള്? ഞാൻ കാണിച്ചിരുന്നോ? അത് അതിന്റെ ഒപ്പം തന്നെ ചെയ്തോളൂ. ക്യാപിറ്റൽ ആണ് നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട്. സ്മോൾ ലെറ്റർ ഉണ്ടായിരുന്നു മോണ്ടിസോറി മെറ്റീരിയൽസിൽ. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ലെസ് കോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. അപ്പൊ അങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് തുടങ്ങി കുട്ടികൾ. മോണ്ടിസോറിയുടെ ഒപ്പീനിയനിൽ അവരുടെ ഒരു ടൂൾ എന്ന് പറയുന്നത്, കുട്ടികളുടെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈയാണ്. അവരെപ്പോഴും ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് മീൻസ് അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഈ ഹാൻഡ് ആണ് ടൂള്, കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ആണ് ടൂള്. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോ ആയിട്ട്, ലൂസിഡ്ലി ഫ്ലോ, ഭയങ്കര ഫ്രീ ഫ്ലോ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികളെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ച് നിർബന്ധിച്ച് എഴുതിക്കുന്നതൊക്കെ? അതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കുടെ കൈ എന്ത് വേദനിക്കും അങ്ങനെ പിടിച്ചു വലിച്ച് അവരെ കൊണ്ട് എഴുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ അവരുടെ കുഞ്ഞു ഫിംഗേഴ്സ് അല്ലേ, അതിലെ മസിൽസ് നല്ല രീതിയിൽ മൂവ് ചെയ്യണം. നമ്മൾ എപ്പോഴും കുട്ടികളൊരു 2.5 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് ആ ഫിംഗേഴ്സിലെ ആ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് പെൻസിൽ ഹോൾഡ് ചെയ്യാനും അവർക്ക് അതുകൊണ്ട് എഴുതാനും ഒക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ ഇവരുടെ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഈ ഫിംഗേഴ്സിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അവര് എഴുതാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒട്ടും പറ്റാത്ത ഒരു പ്രായത്തിൽ അവർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിരലുകൾ വേദന എടുക്കും, കൈ കഴിക്കും, അങ്ങനെയൊക്കെ പറ്റും. അതുകൊണ്ടാണ് മോണ്ടിസോറി ഇവരെ നിർബന്ധിച്ച് അവരിൽ തന്നെ ഇങ്ങനെ വരുമ്പോൾ അത് ഫ്രീ ഫ്ലോ ആയിട്ട് വരുന്നത് പറയുന്നത്. കുട്ടികളോട് കുട്ടികളുടെ അവരെപ്പോഴും എൻവയോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ്, വീടിന്റെ സറൗണ്ടിങ്സ്, അതിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കണ്ട് അതുപോലെയൊക്കെ വരയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കും. നമ്മളിപ്പോ 2 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ എന്തും ഇങ്ങനെ ഭിത്തിയിലും അതുപോലെ കയ്യിൽ കിട്ടുന്ന പേപ്പറിലൊക്കെ അങ്ങനെ വരച്ചിട്ടിടുമല്ലോ. അപ്പൊ അതുപോലെ അവർ ചുറ്റും കാണുന്ന സാധനം ഒരു പേപ്പറിലേക്ക് വരയ്ക്കാനാണ് നോക്കുന്നത്. മറിയം മോണ്ടിസോറി പറയുന്ന അങ്ങനെ വരയ്ക്കുന്നത് പോലെ തന്നെ ലെറ്റേഴ്സ് കണ്ട് അവർ അതുപോലെ, ചില കുട്ടികളെ കളിയാക്കില്ലേ, അത് അക്ഷരങ്ങൾ വരച്ചു വെക്കുക എന്ന്. ചിലർക്ക് അത് പറയാൻ അറിയില്ല, പക്ഷെ അവർ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇങ്ങനെ വെക്കും. റീഡിങ്ങും റൈറ്റിങ്ങും ഒരുമിച്ച് ഫ്രീ ഫ്ലോ ആയിട്ട് വരണം എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിമ്മിനിയുടെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ചോക്ക് എടുത്തിട്ട് വളരെ ഒബീഡിയന്റ് ആയിട്ട് വളരെ അറ്റൻഷനോടുകൂടി ശ്രദ്ധയോടുകൂടി അത് ചെയ്തു. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതാണല്ലോ മറിയം മോണ്ടിസോറി എപ്പോഴും പറയുന്നത്, വൺസ് ദ ആക്ടിവിറ്റി ഫിനിഷ്ഡ്, അല്ലെങ്കിൽ ആ പ്രോസസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ദേ വിൽ എൻജോയ്, അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. സോ അവനങ്ങ് ഷൗട്ട് ചെയ്യുവാണ്, ഐ ക്യാൻ റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും. അത് അങ്ങനെ ആദ്യമായിട്ടാണ് അവൻ അത് എഴുതാനായിട്ട്, മീൻസ് അത് വരച്ചു വെക്കാനായിട്ട് തുടങ്ങിയത്. വായിക്കുന്നതിന് റൈറ്റിംഗ് വരും. മോണ്ടിസോറി അങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്. വായനയ്ക്ക് മുമ്പ് അത് ശരിയാണല്ലോ, നമ്മുടെ കുട്ടികൾ എപ്പോഴും അവര് എഴുതുക ആണ് ആദ്യം വരുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ചെറിയ പ്രായത്തില് അവർക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുക്കും, കളർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. മോണ്ടിസോറി ബ്ലാക്ക് ബോർഡിൽ എഴുതി. ആരുടെയും ഓഡിയോ ഓൺ ആണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മറിയം മോണ്ടിസോറി എഴുതി ബ്ലാക്ക് ബോർഡിൽ, ഇഫ് യു ലവ് മീ ഗീവ് മീ എ കിസ്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഫ്ലാഷ് കാർഡ്സും, അതായത് ലെറ്റേഴ്സ് എഴുതിയ കാർഡ്സും പേപ്പറും സാൻഡ് പേപ്പർ ലെറ്റേഴ്സും എല്ലാം ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ലെറ്റേഴ്സ് അറിയാം.
അവരത് ചേർത്ത് വെച്ച് ചില വേർഡ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സെന്റൻസസും ആ ഇൻ ബിറ്റ്വീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വായിക്കാനും ആ ഒരു രീതി ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യേണ്ടത് ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യണം, കോമൺ ആയിട്ടുള്ള വേർഡ്സ് പ്രിപ്പയർ ചെയ്യണം. വേർഡ്സ് വിത്ത് പിക്ചേഴ്സ് ആവാം. ചിലര് ലെറ്റേഴ്സിന്റെ ഒപ്പം തന്നെ ആ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഭയങ്കര ഫെമിലറൈസ് ആയിട്ടുള്ള പിക്ചേഴ്സും എല്ലാം ചില കുട്ടികൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പല ബാച്ചുകളിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്തു വെക്കാം. അങ്ങനെ കുട്ടികൾ പലതും കണ്ടു, പല പിക്ചേഴ്സുമായിട്ട് അതാണ് ആ ഒരു രീതിയിലൊക്കെ അവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയലിലുള്ള ഒരു മെറ്റീരിയലാണ് കളർ ടാബ്ലറ്റ്സ്. ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം കേട്ടോ. ഈ കളർ ടാബ്ലറ്റ്സ് വെച്ചിട്ട് ഒരു ഈ ട്രെയിൻ ഫെസിലിറ്റേറ്റർ ഇവരെ ശരിക്കും പറഞ്ഞാൽ കളർ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ കുട്ടികളിലെ ലാംഗ്വേജ് ഫോർമേഷനും സെന്റൻസ് മേക്കിംഗ് അതും കൂടെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കളർ ടാബ്ലറ്റ്സ് വെച്ചിട്ട്. അത് ചെയ്യിച്ചിട്ട് കളർ ടാബ്ലറ്റ്സ് മാത്രമല്ല ഏതൊരു മെറ്റീരിയൽസ് വെച്ചിട്ടും അങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഇതാണ് നമുക്ക് 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, അങ്ങനെ 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. പ്രൈമറി കളർ ടാബ്ലറ്റ്സിൽ 3 കളറും സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിൽ 11 കളേഴ്സും. പ്രൈമറി കളർ ടാബ്ലറ്റ്സിന്റെ ബോക്സിൽ 3 കളറിന്റെ ഓരോന്ന് വീതമാണ്, 3 ടാബ്ലറ്റ്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിൽ 11 കളേഴ്സിന്റെ 2 എണ്ണം വീതം, 22 കളേഴ്സ് ആണ്. 11 കളറാണ്, 22 എണ്ണമുണ്ട്. ഓക്കെ, ഇത് വുഡൻ ബോക്സ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇത് വുഡൻ ബോക്സ് ആണ്. അതിന്റെ ക്ലോസ് ചെയ്യുന്ന ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ലിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രൂവ് ഉണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, കണ്ടോ? ഇതിനകത്തൊരു ഗ്രൂവ് പോലെ കണ്ടോ? അപ്പൊ നമ്മുടെ ഈ ബോക്സ് ഇതിന്റെ ഓരോ മെറ്റീരിയൽസിന്റെയും ബോക്സ്, അത് കീപ്പ് ചെയ്യുന്ന ബോക്സുകൾക്ക് വരെയും പ്രത്യേകതയുണ്ട്. ഇത് ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് എളുപ്പത്തിന് ഇത് തുറക്കാനായിട്ട് പറ്റും. കാരണം ജസ്റ്റ് അതിനകത്തേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കണേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയാണ് ഓരോ മെറ്റീരിയൽസും അതിന്റെ ഇരിക്കുന്ന ബോക്സസും ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ചില ബോട്ടിലിന്റെ ഒക്കെ ക്യാപ്പില്ലേ, നമുക്ക് തുറക്കാൻ ഭയങ്കര പാടാവുന്ന പോലെ, അതുപോലത്തെ ഇതല്ല. പക്ഷെ ഇത് തുറന്നും പോവില്ല. ഈ ഗ്രൂവ് ഇതിനകത്തേക്ക് അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ സ്ലൈഡ് ചെയ്താലും ഇങ്ങനെ നീക്കിയാലും അത് അതിനുള്ളിൽ തന്നെ ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കും ഈ ഗ്രൂവ് ഉള്ളതുകൊണ്ട്. അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ കളർ ടാബ്ലറ്റ്സ് സെക്കൻഡറി മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് കളർ ടാബ്ലറ്റ്സ്. ഇത് ഞാൻ പറഞ്ഞതെന്തായിരുന്നു, 11 കളേഴ്സ് ഉണ്ട്. ഓരോന്നും 2 എണ്ണം വീതമുണ്ട്. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്. ഇത് പിങ്ക് ആണേ. ഈ ഓറഞ്ചിന്റെ മുകളിൽ കാണുന്നത് പിങ്കാ. കറക്റ്റ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പിങ്ക് കഴിഞ്ഞിട്ട് പർപ്പിൾ ആണ്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ആ പർപ്പിളിന്റെ കളർ അറിയാൻ പറ്റും. പിന്നെ വൈറ്റ്, പിന്നെ ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്, ഇങ്ങനെ 11 കളേഴ്സ് ആണ് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് വരുന്നത്. നിങ്ങൾക്ക് വരും മോഡ്യൂൾ 3 നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ടീച്ചർ ഈ കളർ ടാബ്ലറ്റ്സ് വെച്ച് കുട്ടികളെ കളിപ്പിക്കും. അപ്പോ ഈ കളർ ടാബ്ലറ്റ്സ് വെച്ച് കളിപ്പിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ 11 കളേഴ്സും എടുത്ത് വെക്കില്ല. കാരണം ആദ്യമായിട്ട് കളർ പഠിക്കാൻ പോവാ കുട്ടി. അപ്പൊ എന്താ, ടീച്ചർ 2 എണ്ണം എടുക്കുമായിരിക്കും. ഏതെങ്കിലും 2 കളേഴ്സ് എടുക്കും. ഇപ്പൊ റെഡും ബ്ലൂ ആണ് എടുക്കുന്നെങ്കിൽ റെഡും ബ്ലൂ എടുത്തിട്ട് കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അതിനൊരു കോട്ടിംഗ് ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ടില്ല. റെഡും ബ്ലൂ എടുത്തിട്ട് ആദ്യം റെഡ് മുന്നിൽ വെച്ചിട്ട് കുട്ടിയോട് പറയും ദിസ് ഇസ് റെഡ് എന്ന് പറയും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും അത് റെഡ് ആണ്. പെട്ടെന്ന് തന്നെ ടീച്ചർ ആ കളർ ടാബ്ലറ്റ് അങ്ങ് മാറ്റിയിട്ട് ബ്ലൂ എടുത്ത് വെക്കും. അപ്പൊ അറ്റ് എ ടൈം ഒരു കളർ കുട്ടിയുടെ മുമ്പിൽ വെക്കുക, അവന് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ. ദിസ് ഇസ് ബ്ലൂ എന്ന് പറയും. സോ അവിടെ ഒരു സെന്റൻസും കൂടെ പറയുന്നു, ദിസ് ഇസ് റെഡ്, ദിസ് ഇസ് ബ്ലൂ. അപ്പൊ കുട്ടി ഒരു സെന്റൻസ് മേക്കിംഗ് പഠിക്കുക കളർ പഠിക്കുന്നതിനൊപ്പം തന്നെ. അത് കഴിഞ്ഞ് ഈ 2 കളർ ടാബ്ലറ്റും മാറ്റിയിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2 കളർ ടാബ്ലറ്റ്സ് ഇവന്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് ചോദിക്കും വിച്ച് ഈസ് റെഡ്, വിച്ച് ഈസ് ബ്ലൂ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയി അല്ലേ. അപ്പൊ ആ കുട്ടി ആൻസർ ചെയ്യും. ഓൾറെഡി ഫസ്റ്റ് കേട്ടു ദിസ് ഇസ് റെഡ്, ദിസ് ഇസ് ബ്ലൂ എന്ന്. സോ അവൻ ആൻസറും സെന്റൻസിൽ
പറയാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് കളേഴ്സ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ സെന്റൻസ് മേക്കിംഗ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വേണം നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഓരോരോ മെറ്റീരിയൽസ് പറയുമ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയൽസ് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നമുക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് അവരിലെ റീഡിങ് അല്ലെങ്കിൽ സെന്റൻസ് മേക്കിംഗ്, പിന്നെ കളർ ഡിഫറൻസസ്, സൈസ്, ഷേപ്പ് അതെല്ലാം ഇവരിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്. പല ടൈപ്പ് സിലിണ്ടേഴ്സ് ഉണ്ട്, അതും വുഡൻ പീസസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിലിണ്ടേഴ്സ്. അപ്പൊ ഇവരിങ്ങനെ കയ്യിൽ പിടിച്ച് ഓരോ സിലിണ്ടറും കയ്യിൽ പിടിക്കുമ്പോൾ അവർക്ക് ഇതിന്റെ സൈസ്, ഷേപ്പ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ല, അപ്പൊ സൈസ് മനസ്സിലാകും. പിന്നെ കൊച്ചു കൈയല്ലേ, നമ്മളെ പോലെ ഇപ്പം ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അവരുടെ കുഞ്ഞു കയ്യിൽ എടുക്കുമ്പോൾ അവർക്ക് പല സിലിണ്ടറും പല വെയിറ്റിലുള്ളതായിരിക്കും. അപ്പൊ ആ വെയിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ റോഡ്സ് ഉണ്ട്, നമ്പർ റോഡ്സ് ഉണ്ട്. നമ്പർ റോഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പില്ല, സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്പർ റോഡ്സ് ഉണ്ട്. നമ്പർ റോഡ്സ് ഒരു പാക്കറ്റ് സിലിണ്ടർ ഞാൻ എത്തിച്ചു തരാം. കളർഫുൾ ആയിട്ടുള്ളതാണ് സിലിണ്ടേഴ്സ്. 4 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ്. യെല്ലോ, റെഡ്, ഗ്രീൻ, ദെൻ ബ്ലൂ. ഞാൻ ഗ്രീൻ മാത്രം എടുത്തു. സെയിം തന്നെ ബോക്സ്, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വുഡൻ ബോക്സസ് ആണ്. ഈ ലിഡ് കണ്ടോ, ഇതും സെയിം തന്നെ ബ്രൂ പോലെ ഉണ്ട്. അപ്പൊ അടയ്ക്കാനും തുറക്കാനും എളുപ്പമാണ്. പക്ഷെ ഇത് തെന്നി പോവില്ല, ആ ഗ്രൂവ് ഇതിലിങ്ങനെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. പല ഫീച്ചേഴ്സ് ആണ് സിലിണ്ടേഴ്സ്, അത് നമുക്ക് ആ പ്രാക്ടിക്കൽസ് വരുമ്പോൾ പഠിക്കാം. ഇങ്ങനെ പല വലിപ്പത്തിലുള്ള സിലിണ്ടേഴ്സ് ആണ്. ശരിക്കും ചെയ്യുമ്പോൾ കയ്യിലൊന്നും അല്ല വെക്കേണ്ടത്, നമ്മൾ മാറ്റ് വിരിച്ചിട്ട് മാറ്റിൽ വെച്ച് വേണം മെറ്റീരിയൽസ് ചെയ്യാനായിട്ട്. കാരണം അത്രയും ശ്രദ്ധയോടെ കുട്ടികൾ ചെയ്യും. അപ്പൊ മെറ്റീരിയൽസിനൊന്നും അതിനൊന്നൊരു കേടും ഒന്നും പറ്റില്ല, അത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ വളരെ ഫിനിഷിംഗ് ആണ്. നല്ല വൈബ്രന്റ് ഗ്രീൻ കളറാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലൈറ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. നേരിട്ട് കാണുമ്പോൾ നല്ല കളറാ. പിന്നെ അതുപോലെ തന്നെ പെയിന്റ് ഇങ്ങനെ പോകുമൊന്നുമില്ല. ഇങ്ങനെ പല ടൈപ്പ്, ഏറ്റവും ചെറിയ ലെങ്ത് കൂടിയത്, ഏറ്റവും ചെറിയ സിലിണ്ടർ, ചെറിയ വിട്ടുള്ള മീൻസ് ഡയമീറ്റർ ഉള്ള സിലിണ്ടർ ഉണ്ട്. ഈ ഓരോന്ന് എടുക്കുമ്പോൾ ഇവരുടെ കുഞ്ഞു കൈകളിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യും. നമുക്കിപ്പോ അത്രയും ഫീൽ ചെയ്യില്ല, കാരണം അത്ര നമുക്കത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ കുട്ടികൾക്ക് ഓരോ ഷേപ്പ് എടുക്കുമ്പോൾ അവർക്കറിയാം. തന്നെ ഇതിനകത്ത് ഈ 2 സിലിണ്ടർ എടുക്കുമ്പോൾ ഇത് പിടിക്കാൻ അവർക്ക് ഫിംഗേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബലം കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ചെറുതായതുകൊണ്ട് കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകും. ഇതിന് വലിയ സ്ട്രെയിൻ വേണ്ടി വരില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പിടിക്കും. അവരുടെ പെൻസിൽ പിടിക്കുന്ന പോലെ തന്നെ അതിനനുസരിച്ച് അവരുടെ മസിൽസ്, വിരലിലെ മസിൽസ് മൂവ് ആകും. അങ്ങനെ 4 ബോക്സിലും റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ 4 ബോക്സിലും 4 കളറിലുള്ള സിലിണ്ടേഴ്സ് ആണ്. അത് 10 എണ്ണം ഉണ്ട്. ഇതിന് 10നും പല വലിപ്പമായിരിക്കും, പല വലിപ്പം, പല ഹൈറ്റ്, പല വിട്ട്, അങ്ങനെ. അത് നമ്മളിനി പ്രാക്ടിക്കൽസ് വരുമ്പോൾ പഠിക്കും. അപ്പൊ ഇതുപോലെ കുട്ടികൾക്ക് ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ചിലത് സൈസ്, ഷേപ്പ്, കളർ മനസ്സിലാക്കാനാണെങ്കിൽ, ചിലത് ലെങ്ത് മനസ്സിലാക്കാനും കളർ മനസ്സിലാക്കാനും, ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ചിലത് അവരുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, പിന്നെ ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഡെവലപ്പ്, അങ്ങനെ ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. വെറുതെ ചുമ്മാ കുറെ ടോയ്സ് അല്ല ഇത്. ഓരോ മെറ്റീരിയലിനും ഓരോ പർപ്പസാണ്. അതാണ് പ്ലേ എന്ന് പറയുന്നേക്കാളും കൂടുതൽ മോണ്ടിസോറി മെത്തേഡിൽ വർക്ക് ടു പ്ലേ. അങ്ങനെയാണ് ഓട്ടോ എഡ്യൂക്കേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഫൈൻ. സോ അങ്ങനെ കുട്ടികളോട് ഇങ്ങനെ പറയുവാണ്. ഈ എല്ലാ കുട്ടികളും പാരന്റ്സും എഴുതാനും വായിക്കാനുമായിട്ട് പറഞ്ഞപ്പോൾ ഇവരതിന് കണ്ടുപിടിച്ച മെത്തേഡ് മൂവബിൾ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു. സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ടും കാർഡ്ബോർഡ് വെച്ചിട്ടും ഒക്കെ മൂവബിൾ ആൽഫബറ്റ്സും നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്തു. ഈ മൂവബിൾ ആൽഫബറ്റ്സും നമ്പേഴ്സും കുട്ടികൾക്ക് കൊടുത്തപ്പോഴേക്കും അവരത് ചേർത്ത് വെച്ച് വേർഡ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ കോമൺ വേർഡ്സ്, അതിന്റെയൊക്കെ കാർഡ്സ്, ഫ്ലാഷ് കാർഡ്സ് പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പല വേർഡും അവർക്ക് ഫെമിലിയർ ആയി. പിന്നെ പല ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും സെന്റൻസ് മേക്കിംഗ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു തുടങ്ങി.
അങ്ങനെയായില്ല. ഫൈനലി മോണ്ടിസോറി ബോർഡിൽ എഴുതുവാണ്, ഇഫ് യു ലവ് മീ ഗീവ് മീ എ കിസ്. എന്നിട്ട് അവര് അത് പറയണില്ല, സെന്റൻസ് പറയാതെ അവര് ബോർഡിൽ എഴുതുവാണ്, കുട്ടികളോട് റീഡ് ചെയ്യാൻ പറയാണ്. ഓൾറെഡി ലെറ്റേഴ്സും പല വേർഡ്സുമായിട്ട് ഇവര് ഫെമിലറൈസ് ആയി കഴിഞ്ഞു. അതിന്റെ ഇൻ ബിറ്റ്വീൻ ചില ആക്ടിവിറ്റീസ് ചെയ്തപ്പം സെന്റൻസ് മേക്കിങ്ങിലൂടെയും അവർ കടന്നുപോയി. അപ്പൊ അവർക്ക് വളരെ ഈസി ആയിട്ട് അതൊരാൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ വായിക്കാനായിട്ട് പറ്റി. വായിച്ച് അവർക്ക് അതിന്റെ മീനിങ് മനസ്സിലായത് കൊണ്ടാണ് അവർ ഓടിപ്പോയിട്ട് മോണ്ടിസോറിയെ കിസ് ചെയ്യുന്നത്. അത് റീസെന്റ് വന്ന ഒരു കുട്ടി വരെയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു അസ്ട്രോണഷിങ്, ഒരു അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഓക്കെ, ഇതൊക്കെയാണ് ആ മെത്തേഡിൽ വരുന്നത്. കറക്റ്റ് ആ ഒരു ട്രാക്കിൽ തന്നെ ഈ മെത്തേഡ് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് റീഡിങ് റൈറ്റിംഗ് നല്ല രീതിയിൽ വരും. പലരും പറയുന്ന ഒരു കംപ്ലൈന്റ്, മോണ്ടിസോറി സ്കൂളിലായിരുന്നു സംസാരിക്കും, വായിക്കില്ല, എഴുതില്ല. അത് ആ കറക്റ്റ് വേയില് മെത്തേഡിൽ പോവാത്തോണ്ടാണ് ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് മോണ്ടിസോറി സ്കൂളിലാണ് പോയത്. അവിടെ തന്നെയായിരുന്നു ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അവിടെ ഒരു ഏറ്റവും ആദ്യം വന്നൊരു സീനിയർ മോൻ. അപ്പം നമുക്ക് ഒരു ഡെമോ പോലെ സാറ് കാണിച്ചു തരും കേട്ടോ. നമ്മൾ ഇപ്പോ പഠിക്കുന്നവരാണെങ്കിൽ ശരി, എല്ലാവരോടും ഭയങ്കര ഒരു റെസ്പെക്ട്, അതൊരു രീതിയാണ് അവിടെ. അപ്പൊ ഈ കുട്ടിയെ വിളിച്ചിട്ട് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടി തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു അത് ചെയ്യുക. അപ്പൊ ചെറിയ മോനാണ്, നല്ല ഇംഗ്ലീഷും നല്ലപോലെ അവൻ വായിക്കുന്നു. പിന്നെ ലൈക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതായത് കിച്ചൺ ഉണ്ട് അവിടെ, കിച്ചണിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവനത് കാണിക്കുന്നു. അങ്ങനത്തെ എല്ലാ ഏരിയയിലോടും കൂടെ ആ കുട്ടി ചെയ്യുന്നത് ആ സാറ് കാണിച്ചു തരേണ്ടായി. ഓക്കെ, പിന്നെ നമ്മൾ കുട്ടികളുടെ ഡിസിപ്ലിൻ, ഷൗട്ട് ചെയ്തോ, അവരെ പണിഷ്മെന്റ് ചെയ്തോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് ഓഫർ ചെയ്തോ, അങ്ങനെയൊന്നുമല്ല, ബ്രൈബിങ് പോലെ അങ്ങനെയൊന്നും അല്ല കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടതെന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. സെൽഫ് ഡിസിപ്ലിൻ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് പറയുന്നത്. അവരിൽ താനെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. മോണ്ടിസോറി സ്കൂളിലേക്ക് ഒരു കുട്ടിയും കുട്ടിയുടെ പാരന്റ്സും കടന്നു വരുമ്പോൾ തന്നെ ആ ഇൻസ്റ്റന്റ് തുടങ്ങി അവിടുത്തെ മെത്തേഡ് ഇത് ഇവരുടെ ഉള്ളിലേക്ക് കയറുവാണ്. വി ഹാവ് ടു, ഡയറക്ടേഴ്സ് ആണ് കുട്ടിയെയും പാരന്റിനെയും ആ സ്കൂൾ മുഴുവൻ കാണിക്കുന്നത്, മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള ആള്. ഫ്രം ദ ഗേറ്റിൽ നിന്ന് അസിസ്റ്റന്റുകളും ഫെസിലിറ്റേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരായിരിക്കും കുട്ടിയും പാരന്റ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ മെയിൻ പ്രിമിസസിലേക്ക് കയറുമ്പോൾ, സ്കൂളിന്റെ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ മെയിൻ പ്രിമിസസിലേക്ക് കയറുമ്പോൾ അവിടെ ഡയറക്ടേഴ്സ് നിൽക്കുന്നുണ്ടാവും. അദ്ദേഹമായിരിക്കും ഇവരെ ഇൻവൈറ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി. അപ്പൊ ആളുടെ രീതി വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്, ഭയങ്കര ജെന്റിലായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ഉള്ള ആളായിരിക്കും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദിസ് ഈസ് അവർ പ്ലേസ്, വി ഹാവ് ടു സ്പീക്ക് ജെന്റ്ലി, വി ഹാവ് ടു മൂവ് സോഫ്റ്റ്ലി. അങ്ങനെ പറയുമ്പോൾ ഇത് കുട്ടിയുടെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അവനിലും തോന്നും, ഐ ഹാവ് ടു ഡു ലൈക്ക് ദിസ്, ഞാനും ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം, വളരെ ജെന്റ്ലി ആയിട്ട് മൂവ് ചെയ്യണം, അല്ലാണ്ട് അഗ്രസീവ് ആയിട്ട് ഓടിച്ചാടി അങ്ങനെയുള്ളതല്ല എന്നുള്ളത് അവന്റെ ഉള്ളിൽ ഇങ്ങനെ വരുവാണ്. അപ്പൊ അത് വി ആർ ജസ്റ്റ് ഷോയിങ് ദം, അവർ കുട്ടികളെ കാണിച്ചു കൊടുക്കുവാണ്, അവരത് ഫോളോ ചെയ്യും. അപ്പൊ അതാണ് ഡിസിപ്ലിൻ, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് അതങ്ങനെ നടക്കും. അപ്പം അത് ആണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ആരാ വായിക്കുക? ഞാൻ വായിക്കാം. ഓക്കെ. Spontaneous self-discipline. The children that came to Casa de Bambini were children from the streets. Nobody cared them, and they were hot and cared. അതെന്തെന്നാ മാം വായിക്കുക? cared for their parents were working, and the aim was to keep their children off the streets. But after some weeks, the children got used to this new mode of life. They helped and gave each other moral support. They were independent and could make their own decisions. They worked harmoniously in groups. Okay. സോ കാസ ഡെ ബാംബിനി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. മോണ്ടിസോറി ആദ്യമായിട്ട് ചെയ്ത സാൻ ലോറൻസ, ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയയിലാണ് ആദ്യമായിട്ട് ചെയ്ത ഒരു സ്കൂളിന്റെ പേര് ചിൽഡ്രൻസ് ഹൗസ്.
സ്കൂൾ എന്നുള്ള വേർഡോ ക്ലാസ് റൂം അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ ചിൽഡ്രൻസ് ഹൗസ് എന്നുള്ള രീതിയിൽ കാസാഡെ പാമ്പിനി എന്ന് പറഞ്ഞിട്ടാണ് അത് പേര് കൊടുത്തത്. ആ കുട്ടികളെല്ലാം തന്നെ സ്ലം ഏരിയ എന്നുള്ളതായിരുന്നു, സ്ട്രീറ്റ്സ് എന്നുള്ളതായിരുന്നു. ആർക്കും അവരെ നേരെയാക്കാനോ അവരെ ആരും കെയർ ചെയ്യാറോ ഒന്നുമില്ല. പാരന്റ്സ് രാവിലെ എന്തെങ്കിലുമൊക്കെ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവരുടെ കഴിഞ്ഞുകൂടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ജോലിക്ക് പോവും. കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുട്ടികൾ ഈ സ്ട്രീറ്റ്സിൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോ പല പല ചലഞ്ചസ് അല്ലെങ്കിൽ ത്രെഡ്സ് സ്ട്രീറ്റുകളിൽ ഇതുപോലുള്ള സ്ലം ഏരിയയിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ലോക്കൽ അതോറിറ്റീസ് മോണ്ടിസോറിയുടെ ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കുട്ടികൾക്ക് ആദ്യമൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു, കാരണം ഇവരെ അവിടെ ഓടിച്ചാടി അവിടെ അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ടും അങ്ങനെ ഹൈജീൻ അങ്ങനെയൊന്നും നോക്കാതെയൊക്കെ കഴിഞ്ഞിരുന്ന കുട്ടികളായിരുന്നു. ബട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരെ പുതിയ മോഡ് ഓഫ് ലൈഫുമായിട്ട് യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ അതുമായിട്ട് മേർജ് ആവും. അവർ പരസ്പരം മ്യൂച്വൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് മോറൽ സപ്പോർട്ട് എല്ലാവരും ഈച്ച് അതർ. ചിലപ്പോ സ്ട്രീറ്റിലായിരുന്ന സമയത്ത് അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവര് ഹെൽപ്പ് ഈച്ച് അതർ, സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഇൻഡിപെൻഡന്റ് ആയി. ബട്ട് ഗ്രൂപ്പിലാണെങ്കിലും അവർ ഭയങ്കര ഹാർമോണിയസ്ലി, അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവര് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കൊരു എന്താ പറയാ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഭയങ്കര അൺബിലീവബിൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആയിരുന്നു ആ കുട്ടികളിൽ കണ്ടത്. അങ്ങനെയാണ് മോണ്ടിസോറിയെ വേൾഡിന്റെ പല ഭാഗത്തേക്കും ഇൻവിറ്റേഷൻ മോണ്ടിസോറിക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് 2 പാരഗ്രാഫ് വായിച്ചാൽ മതി. ആരാ വായിക്കാം? ഞാൻ വായിക്കാം മാം. Montessori's works afterwards. Montessori opened that education is not something which the teacher does, but that it is a natural process which evolves spontaneously in the human being. It is not acquired by listening to words, but by virtue of experiences in which the child acts on his environment. The teacher's task is not to talk, but to prepare and arrange a series of motives for cultural activity in a special environment made for the child. At Casa di Bambini, the prepared environment gave the children what their home lacked. Montessori had great respect for her pupils and was continuously learning from them. They were free to explore their new environment and to pick and choose those things which they wanted to work with us, fostering independence. She made many of her own materials and was continually experimenting, modifying, and adapting things as the needs arose. ഓക്കെ, സോ മോണ്ടിസോറി ഒപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പീനിയൻ ഓപ്പൺലി ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. നമുക്ക് പേടിയോ ഹെസിറ്റേഷനോ ഒന്നും ഇല്ലാതെ മോണ്ടിസോറി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഒപ്പീനിയൻ അവർ എക്സ്പ്രസ് ചെയ്യുവാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറയുന്ന കുറെ കാര്യങ്ങള്, വേർഡ്സ് അത് കേട്ട് അത് അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് സ്പോണ്ടേനിയസ്ലി ആയിട്ടാണ് ഹ്യൂമൻ ബീയിങ്ങിന് വരുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. ഒരു നാച്ചുറൽ ലേണിംഗ് പ്രോസസ് ആയിട്ട് വരണം. അതായത് തിമാറ്റിക് ലേണിംഗ് ആയിട്ട് വരണം. ഒരു സബ്ജക്ട് സ്റ്റഡി, മാത്സ് പഠിച്ചു, സയൻസ് പഠിച്ചു, സോഷ്യൽ പഠിച്ചു, അങ്ങനെ ലാംഗ്വേജുകൾ പഠിച്ചു, അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു ആ രീതിയിൽ ഒരു തിമാറ്റിക് ലേണിംഗ് പ്രോസസ് നാച്ചുറൽ ആയിട്ട് വരും. നമ്മള് പലപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഡീഫോറസ്റ്റേഷൻ ചെയ്യരുത്, റെയിൻ ഹാർവെസ്റ്റിംഗ് ചെയ്യണം, വെള്ളം ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യരുത്, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ബട്ട് when we think that it's our duty to do all this by ourselves and make others to do, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, മറ്റുള്ളവരും കൊണ്ടും ഇത് ചെയ്യിക്കണം, നിർബന്ധമായും എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണെന്ന് നമ്മൾക്കുള്ളിലേക്ക് വരുമ്പോഴാണ് ഇത്
ശരിയായ രീതിയിലുള്ള ലേണിംഗ് പ്രോസസ്, എഡ്യൂക്കേഷന്റെ ലേണിംഗ് പ്രോസസ് ആയിട്ട് മാറുന്നത്. അത് വരണമെന്നാണ് മോണ്ടിസോറി പറയുന്നത്. നമ്മൾ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും, ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചു. ഇൻഡിപെൻഡന്റ് ആയതും ഈവൻ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, പല കൺട്രീസും ഓരോരോ ശക്തനായ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ കീഴിൽ വരും. അങ്ങനെ അങ്ങനെ പല രീതിയിലും അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് ആ സമയത്തൊക്കെ ഇങ്ങനെ ഫുഡിന് ഭയങ്കര സ്കേഴ്സിറ്റി ആയിരുന്നു. മീൻസ് ഫുഡ് പോലും കൊടുക്കാതെ അടിമകളെ പോലെ വെച്ചുകൊണ്ട് അങ്ങനെ ലേഡീസിനോടും കുട്ടികളോടും വരെ, ഇൻക്ലൂഡിങ് അവരെ പോലും വെറുതെ വിടാതെ ഉപദ്രവിച്ചിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ലേവ്സിനെ പോലെയൊക്കെ കരുതിരുന്നത്. നമുക്ക് അങ്ങനെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ഒരു സ്ലേവറി ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് മോസ്റ്റ്ലി. അങ്ങനെ എപ്പോഴെങ്കിലും ഏതൊരു രാജ്യത്തിലും ഒരു കൺട്രി ഭയങ്കര പവർഫുൾ ആയിട്ട് വരുമ്പോൾ അവര് ബാക്കിയുള്ളവരെ അടിച്ചമർത്താനായിട്ട് നോക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നതല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ അങ്ങനെ യുദ്ധമുണ്ടായി, അതിനിങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകള്, അതുകൊണ്ട് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് നശിക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. ബട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് വരുമ്പോഴാണ് ലേണിംഗ് പ്രോസസ് ആവുന്നത്. അതാണ് ശരിക്കും തിമാറ്റിക് ലേണിംഗ്, അല്ലാത്തതെല്ലാം സബ്ജക്ട് സ്റ്റഡിയിങ് ആണ്. ഇതാണ് സബ്ജക്റ്റും തീമും സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. സോ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഇങ്ങനെ വരുന്നത്. അത് അതുപോലെ ലെക്ചർ ക്ലാസ്സുകൾ കേട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാണ് പലതും. ആ കുട്ടി വളരുന്ന എൻവിയോൺമെന്റിൽ അത് പലതും എക്സ്പീരിയൻസ് ചെയ്താണ് കുട്ടി പഠിക്കുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ടീച്ചറിന് യൂസ് ചെയ്യില്ല, സാധാരണ ഫെസിലിറ്റേറ്റർ ആണ്. ഫെസിലിറ്റേറ്ററുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് ഒരു ലെക്ചർ ക്ലാസ് എടുക്കുന്ന പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ഇരിക്കുന്നതിനേക്കാളും മുകളിലൊരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, but to prepare and arrange a series of motifs for cultural activity in a special environment made for the child. ഈ നല്ല രീതിയിൽ അവിടെ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കുക, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കാര്യങ്ങൾ മനസ്സിലാകാനും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത്. ഇനി 10 കുട്ടികളുമുണ്ട്, 10 കുട്ടികൾക്കും 10 സ്വഭാവമാണ്, ബിഹേവിയർ, ക്യാരക്ടർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വിചാരിക്കും. അപ്പൊ ഈ 10 കുട്ടികളുടെ ഓൾറെഡി എൻവയോൺമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 കുട്ടികൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നു. 10 കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഫെസിലിറ്റേറ്റർക്ക് അവരുടെ രീതികൾ മനസ്സിലാകുകയാണ്. സോ അതിനനുസരിച്ച് എൻവയോൺമെന്റിൽ മോഡിഫിക്കേഷൻസ് വരുത്തും. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് വളരെ കുറഞ്ഞൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അവന് ഷെൽഫിൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എടുക്കാൻ പറ്റും. സോ അതിനനുസരിച്ച് അവന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയുടെയും നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററുടെ ജോലി. ഓക്കെ, അങ്ങനെ കസാൻഡെ ബാമ്പിനിയില് ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കുട്ടികൾക്കുണ്ടായി. അവരുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നോ കുറവുകൾ അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ അവർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു കാണില്ല. അവർക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടുന്ന സ്ഥലം ഉണ്ടാവില്ല. ഉറക്കവും ഉണ്ട് കേട്ടോ, അവര് റെസ്റ്റ് എടുക്കുന്ന ടൈമുണ്ട്, അതും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു കാണില്ലായിരിക്കും. അങ്ങനെ വീട്ടിലെ ഫെസിലിറ്റീസ് വളരെ കുറവായിരിക്കും അവിടെ അങ്ങനെ വരുന്ന കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് എന്താണോ വീട്ടിൽ കുറവ് അത് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, അമിതമായ കാര്യങ്ങളല്ല, വട്ട് എവർ ദേ നീഡ്സ് മോസ്റ്റ്ലി അതായത് പ്രിപ്പയർ ചെയ്ത് വെച്ചു. മോണ്ടിസോറി അവർ ഇത്രയും വലിയൊരു ഡോക്ടറാണ്, സൈക്കോ അനാലിസ്റ്റ് ആണ്, റിസർച്ചർ ആണ്, അങ്ങനെ എല്ലാം ഭയങ്കര എല്ലാ പൊസിഷനിലുള്ളതാണെങ്കിലും ആ കുഞ്ഞുങ്ങളോട് അവർക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഭയങ്കര റെസ്പെക്ട് കാണിച്ചിരുന്നു. അവരിൽ നിന്ന് പഠിച്ചിരുന്നു. ഷീ ഈസ് ലേണിംഗ്, കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ദം. നമുക്കും എപ്പോഴും പറയാം. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ മുന്നിൽ നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്, ഈവൻ റിജു ആൻഡ് രാഖി ഉൾപ്പെടെ 37 പേരുണ്ട്. സോ ഈ 37 എന്ന് പറയുന്നത് ഏതൊരു ക്ലാസ്സിൽ ചെന്നാലും എത്രയാണോ മുന്നിലിരിക്കുന്നത് അവര് എനിക്ക് പുസ്തകങ്ങളാണ്. ഐ ക്യാൻ ലേൺ മെനി തിങ്സ് ഫ്രം ദം. അവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ മോണ്ടിസോറി
അവരിൽ നിന്നും പഠിക്കുമായിരുന്നു, കുട്ടികളിൽ നിന്നും പഠിക്കുകയായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ അപ്ഡേറ്റഡ് ആവാനായിട്ട് പലപ്പോഴും കുട്ടികളുടെ പല ആക്ടിവിറ്റീസും അവരുടെ ഡിസ്കവറീസ് കുട്ടികളായിട്ട് പലതും കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ കുറെ മെറ്റീരിയൽസ് ഉണ്ട്, ഇത് പല രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ അത് വേറെ രീതിയിൽ നമ്മളെ ഒരു രീതി ഉദ്ദേശിക്കുന്ന ശരിക്കും തന്നെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം ഈ ബിൽഡിംഗ് ബ്ലോക്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെയാണ് സംഭവം, വാങ്ങിച്ചു കൊടുക്കും. ഈ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങുമ്പോൾ, നല്ല ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും, മോഡൽസ് ഉണ്ടാവും, എങ്ങനെ ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു മോഡൽ പോലൊരു ബുക്ക്ലെറ്റ് കാണും, കുറെ ആ പിക്ചർ ഉള്ളത്. പക്ഷെ കുട്ടികൾ അത് ഫോളോ ചെയ്യാറുണ്ടോ? അവരുടെ രീതിയിലൊരു ഇതുണ്ടാക്കും, എന്നിട്ട് അവർ ഓരോന്ന് വന്ന് പറയും മാം എന്റെ മോനിപ്പോ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ആണോ? അത് കൊള്ളാലോ. അത് അവന്റേതായ രീതിയിലല്ലേ അവൻ കളിക്കുന്നത്, ഫ്ലവർ ഉണ്ടാക്കും. അതെ, കൊറേ നേരമായി അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു, മാറ്റി 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 ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അവർ ഓരോന്ന് ഉണ്ടാക്കും, ഓരോതിന് വേണമെങ്കിൽ ഒരു പേര് ഇടുമായിരിക്കും. ഇത് ബട്ടർഫ്ലൈ ആണോ, അല്ലെങ്കിൽ ഫ്ലവർ ആണോ, അല്ലെങ്കിൽ വണ്ടിയാണോ, കാറാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയും. അതിന്റെ കൂടെയുള്ള ആ ഒരു മോഡൽ അവർ ശ്രദ്ധിക്കേ പോലുമില്ല. കാരണം അവരുടെ ക്രിയേറ്റീവ് മൈൻഡ് വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുക. അപ്പൊ നല്ല കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും അവൻ ചെയ്യുന്നത്, ചുറ്റുള്ളതൊന്നും അവൻ അറിയണേ ഉണ്ടാവില്ല. അത് ശരിക്കും അവരുടെ ഒരു അബ്സോർബൻ മൈൻഡാണ്. അവരങ്ങ് അതിൽ മുഴുകി അങ്ങിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും, അത് മുഴുവൻ കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ചെയ്യും, അങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ദിവസം 10 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും അവരെ ആക്ടിവിറ്റി. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡിലും വരുന്നത്. ഓക്കെ, അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ മറിയാം മോണ്ടിസോറി പലതും മനസ്സിലാക്കി കുട്ടികളിൽ നിന്നും പലതും ലേൺ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇവർ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ എല്ലാ മെറ്റീരിയൽസും അന്ന് ഉണ്ടായിട്ടില്ല, അതിൽ പലതും ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ ഓരോ അവരുമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ മെറ്റീരിയൽസ് ഇവര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എക്സ്പെരിമെന്റ്, ഷീ മെയ്ഡ് മെനി ഓഫ് ദർ ഓൺ മെറ്റീരിയൽസ് ആൻഡ് was continually experiment, modifying and adapting things as the need arose. നീഡിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തു, മോഡിഫൈ ചെയ്യാനും തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. കുറെ മറിയം മോണ്ടിസോറിയെ കുറിച്ച് നിങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് വായിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ വായിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മളുടെ ടോപ്പിക് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ ബുക്സ് ഉണ്ട്, ബുക്സ് പിന്നെ എല്ലാവർക്കും വാങ്ങാന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. പക്ഷെ എന്നാലും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു ബ്രീഫിംഗ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാനായിട്ട് പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ സമയമൊക്കെ നോക്കിയിട്ട് ഒന്ന് വായിച്ചു. നെക്സ്റ്റ് ഈ ഒരു നെക്സ്റ്റ് പാരഗ്രാഫ്, അത് വലിയ പാരഗ്രാഫ്, അതാരാ വായിക്കുക? ഞാൻ വായിക്കാൻ പാടും. ഓക്കെ. യെസ് പ്ലീസ്. രണ്ടുപേരും ഒന്നുകൊണ്ടാണ് കൺഫ്യൂഷൻ എടുക്കുന്നത്. വായിച്ചോ. ഇനിയും San Lorenzo. The work at San Lorenzo with the slum kids made the method of Montessori very famous among the parents and led to the establishment of the first training course in 1909. Seeing the people's interest in the philosophy and her education gathered momentum, she decided to set aside the rest of life to spread the word of the Montessori method through lectures and teaching training courses around the world. As a result, private schools started being established in Europe and the US. Many countries formally adopted the method in their school systems, and Montessori societies came into being throughout the world. The first international teacher training class was held in 1930. Also by 1930, the interest in her method was at the pinnacle that there were about 100 Montessori schools in the US. Dr. Montessori was invited by the White House and made speech to full capacity crowd at Carnegie Hall in 1950. She demonstrated in the classroom. By 1916, interest in the method decreased owing to differing
differing educational philosophies in the US and the inability to accept changes in 1980, Dr. Montessori left the US. Between 1914 and 1935, the Montessori method progressed in the Europe, Spain, Australia, and Holland. She enjoyed support from Queen Margherita of Italy, Sigmund and Anna Freud, Gandhi, Piaget, and later Mussolini. She established the Association Montessori International in South America in 1929. ഓക്കെ, Next paragraph. ഇല്ല നമുക്ക് ഇതൊന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ സ്കൂളിൽ അവര് പലതും കുട്ടികളിൽ നിന്ന് ലേൺ ചെയ്തു, പലതും എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ അവര് പല രീതിയിലും മോണ്ടിസോറി മെറ്റീരിയൽസും മെത്തേഡും മോഡിഫൈ ചെയ്യാനും പലതും അഡാപ്റ്റ് ചെയ്യാനും തുടങ്ങി, കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് പല കാര്യങ്ങളും. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന സ്കൂളല്ലേ, അപ്പൊ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അവര് കുട്ടികൾ ഓരോന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ടാവും, അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമുക്കറിയാം അവര് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, ടൈം, അങ്ങനെ അവർ ഉറങ്ങുന്ന ഒരു ടൈം, അങ്ങനെ അവരുടെ രീതികൾക്കനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഓരോ കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യുന്നതും ഡിസ്കവറി ചെയ്യുന്നതും അത് മനസ്സിലാക്കി ഇവരും എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി, പല മെത്തേഡും മോഡിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി, അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സാൻ ലൊറൻസോയിൽ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മെത്തേഡ് വളരെ ഫേമസ് ആക്കി, മറിയ മോണ്ടിസോറിയെ ഫേമസ് ആക്കുവാണ് എമംഗ് പാരന്റ്സ്. അങ്ങനെയായപ്പോ ഈ ഒരു മെത്തേഡ് ഇപ്പോ മറിയ മോണ്ടിസോറിയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇത് പല ഭാഗങ്ങളിലേക്കും ഈ മെത്തേഡ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ട്രെയിനേഴ്സ് വേണം, അല്ലെ? ഇപ്പോ നിങ്ങളിപ്പോ ട്രെയിനിങ് എടുക്കുന്നു, അതുപോലെ മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ ലേൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് അങ്ങനെയുള്ള സ്കൂളുകളിൽ നമുക്ക് പോയി നമുക്ക് വർക്ക് ചെയ്യാം. സോ അതുപോലെ ഇങ്ങനെയുള്ള ട്രെയിനിങ് കോഴ്സസ് അത് സ്റ്റാർട്ട് ചെയ്യുവാണ് 1909 ആളുകളുടെ ഇൻട്രസ്റ്റ് ഈ മറിയ മോണ്ടിസോറിയുടെ ഫിലോസഫിയിൽ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അത് ഭയങ്കര ഒരു പോപ്പുലർ ആവുകയാണ് ചെയ്തത്. അപ്പൊ മോണ്ടിസോറി വിചാരിച്ചു ഇത് മെത്തേഡ് ശരിയായ രീതിയിൽ തന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. മോണ്ടിസോറി വിചാരിച്ചു ഇത് വേൾഡ് വൈഡ് ഇതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കണം, ഇനിയുള്ള റെസ്റ്റ് ഓഫ് ലൈഫ് അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യണം ത്രൂ ഔട്ട് ദ വേൾഡ്. കാരണം അവരുടെ എയിം തന്നെ അതായിരുന്നു. ഈ 2 വേൾഡ് വാർ കണ്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി വരുന്ന ജനറേഷൻ വാറിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്യരുത്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ വേൾഡ് മുഴുവനും പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷവും അതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് സക്സസ് ആയി. സോ ഐ ഹാവ് ടു സ്പെൻഡ് മൈ എൻറ്റയർ ലൈഫ് ഫോർ സ്പ്രെഡിങ് ദിസ് മെത്തേഡ് എന്നുള്ള രീതിയിൽ അവര് ഈ കോഴ്സ്, അതായത് ഇതിന്റെ ഒരു ട്രെയിനിങ് കോഴ്സ്, കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ഇവർക്ക് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. സോ അങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇങ്ങനെ പലയിടത്തും യൂറോപ്പിലും US-ലും ഒക്കെ പല പ്രൈവറ്റ് സ്കൂളുകളും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പല കൺട്രീസും ഫോർമലി ഇത് അഡോപ്റ്റ് ചെയ്തു, ഈ മെത്തേഡ് അവരുടെ സ്കൂൾ സിസ്റ്റത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ത്രൂ ഔട്ട് ദ വേൾഡ് മോണ്ടിസോറി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് 1913 സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഒരു പിനാക്കിൾ, ഒരു പീക്കിലെത്തി, വളരെ ഹൈ ലെവലിൽ എന്നുള്ള രീതിയിൽ 100 മോണ്ടിസോറി സ്കൂള് തന്നെ US-ൽ സ്റ്റാർട്ടായി. അതാണ് അതിന്റെ ഒരു ഹൈ ലെവലിൽ എത്തിയതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു. 100 മോണ്ടിസോറി സ്കൂളിൽ US-ൽ സ്റ്റാർട്ടായി. വൈറ്റ് ഹൗസിലേക്ക് ഇവർക്ക് ഇൻവിറ്റേഷൻ കിട്ടുവാണ് മോണ്ടിസോറിക്ക്. ഇത് വലിയ ക്രൗഡിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇവര് സ്പീച്ച് നടത്തുവാണ് കാനി ഹോളില്. 1915 ഇവര് ഇത് ഡെമോ പോലെ കാണിച്ചു, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 1916 ഇതിന് പല പ്രശ്നങ്ങൾ കാരണം US-ൽ ഇത് ഇൻട്രസ്റ്റ് അങ്ങ് കുറയാനായിട്ട് തുടങ്ങി. പല എഡ്യൂക്കേഷണൽ ഫിലോസഫി, കാരണം ഈ എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് കുറേയുണ്ട്, പലരും പല അഭിപ്രായം പറയുമല്ലോ. ഈ മോണ്ടിസോറിയുടെ മെത്തേഡിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കുറേ പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ഒരു മെത്തേഡിനൊരു ചെറുതായിട്ടൊരു ഇടിവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോണ്ടിസോറി US-ന്ന് ലീവ് ചെയ്തു. കാരണം US-ലാണ് ഏറ്റവും കൂടുതൽ സ്കൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ബട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം
അതിന് അത് താഴേക്ക് വന്നു. അങ്ങനെ മോണ്ടിസോറി യൂസ് ചെയ്ത് പോയി. 1914 1935 മോണ്ടിസോറി മെത്തേഡ് പിന്നെ യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് അങ്ങനെയുള്ളിടത്തൊക്കെ അത് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. അവിടെ പ്രോഗ്രസ് ആയിട്ട് വന്നു. ഇറ്റലിയിലെ ക്യൂൻ മാർഗരറ്റ, മോണ്ടിസോറി ഇറ്റലിക്കാരിയാണല്ലോ. ക്യൂൻ മാർഗരറ്റയുടെ സപ്പോർട്ട് ഇവർ വളരെയധികം എൻജോയ് ചെയ്തു, ഹെൽപ്ഫുള്ളുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകൾ അന്ന ഫ്രോയിഡ്, സൈക്കോളജിസ്റ്റുകളാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കുട്ടികളുടെ ഡെവലപ്മെന്റ് സിഗ്മണ്ട് ഫ്രോയിഡ് വേറൊരു അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് പറഞ്ഞത് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. കേട്ടിട്ടുണ്ടോ അത്? അദ്ദേഹം പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ശരിക്കും സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റിൽ സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടികളുടെ ഡെവലപ്മെന്റ് അദ്ദേഹം സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ ഡിസയർ അതിന്റെ പീക്കിൽ എത്തുന്നത് ഓരോ ഏജിലും ഓരോ രീതിയിലാണെന്നാണ് പറയുന്നത്. ചെറിയ പ്രായത്തില് അവര് ഈ പാല് സക്ക് ചെയ്ത് കുടിക്കില്ലേ, സോ ത്രൂ മൗത്ത് ആണ് അവർ കൂടുതൽ അവർക്ക് ആ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകളാണ് അന്ന ഫ്രോയിഡ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഇവര് യൂറിൻ പാസ് ചെയ്യുമ്പോഴും അതായത് ടോയ്ലറ്ററി ആക്ഷൻസ് നടക്കുമ്പോഴാണ് അടുത്ത ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അഡൾട്ട് ഒക്കെ ആവുമ്പോൾ ആ രീതിയിലുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സിഗ്മണ്ട് ഫ്രോയിഡ് കണ്ടത്. അദ്ദേഹത്തിന്റെ മകളാണ് അന്ന ഫ്രോയിഡ്. പിന്നെ ഗാന്ധിജി ഇവരെല്ലാം മറിയ മോണ്ടിസോറിയെ സപ്പോർട്ട് ചെയ്തു. പിയാഗറ്റും ചൈൽഡ് ഡെവലപ്മെന്റിൽ കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ പിയാഗറ്റ് പറയുന്നത് ജീൻ പിയാഗറ്റ് എന്നാണ്. പിയാഗറ്റ് പറയുന്നത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ മെയിൻ ആയിട്ടും 4 സ്റ്റേജസ് ആയിട്ടാണ് പിയാഗറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 സ്റ്റേജസിൽ ഓരോ സ്റ്റേജും ആ ഒരു പ്രോസസ്സിലൂടെ കുട്ടി കടന്നു പോകുമ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ ടൈമില് ആ ഡെവലപ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അഡൾട്ടിലേക്ക് എത്തുമ്പോൾ കുട്ടിയില് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഓരോ ഏജ് 4 സ്റ്റേജ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 4 സ്റ്റേജില് ഓരോ സ്റ്റേജും ഓരോ ഏജ് സ്പാൻ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബർത്ത് തുടങ്ങി 3 ഇയേഴ്സോ അങ്ങനെ പറഞ്ഞ ഓരോ ഏജ് സ്പാൻ വെച്ചിട്ടാണ് അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റ് പറയുന്നത്. അപ്പൊ ആ ഓരോ ഏജിലും കുട്ടിയില് ഇതെല്ലാമാണ്. ഇപ്പൊ നമ്മൾ വലിയ സൈക്കോഅനാലിസ്റ്റുകളെ കുറിച്ചൊന്നും വായിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എന്താ മുതിർന്നവർ പറയുന്നത്, ദൃഷ്ടി ഉറച്ചു എന്ന് പറയില്ലേ, നോട്ടം കറക്റ്റായി അല്ലെ, അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങി, അമ്മയുടെ സ്മെല്ല് അറിയാം, അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങി, കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കും, ശബ്ദം ഭാഗത്തേക്ക് നോക്കുന്നു. ഇതൊക്കെയായിട്ട് നമ്മളെ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ 3 മാസമൊക്കെ ആകുമ്പോഴേക്കും കവിഴുന്നു, എഴയാൻ തുടങ്ങുന്നു, കൈ കിട്ടുന്നൊക്കെ എഴയുന്ന പോക്കിന് കിട്ടുന്നൊക്കെ കയ്യിൽ പിടിക്കാനായിട്ട് നോക്കുന്നു. പിന്നെ ഒരു 8 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇരിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പിന്നെ പിടിച്ചു നിൽക്കാനായി നോക്കും, പിന്നെ നടക്കാനായിട്ട് നോക്കും, പിന്നെ ഓടാൻ തുടങ്ങും, സ്റ്റെപ്പ് കയറാൻ തുടങ്ങും. അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമുക്കറിയാം. സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ജീൻ പിയാഗറ്റ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ ഇങ്ങനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദെയർ ഏജ് സ്പാൻ. ഓക്കെ, സോ അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനും പല ക്രിട്ടിസൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ജീൻ പിയാഗറ്റ് പറഞ്ഞ കാര്യങ്ങൾക്ക്. കാരണം എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് വായിച്ചു നോക്കാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ, റിസർച്ചേഴ്സും സ്കോളേഴ്സും സൈക്കോ അനാലിസ്റ്റുകളും ഉണ്ടാവും. ഇവര് പറയുന്നത് ഇവർ ഓരോരുത്തരും, സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിലും ശരി, ജീൻ പിയാഗറ്റ് ആണെങ്കിലും ശരി, പിന്നെയുണ്ട് ഇതുപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റ് പറഞ്ഞ വിഗ്ഡോസ്കി, എറിക്സൺ, അങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് എല്ലാരും അവരുടെ ചൈൽഡ്ഹുഡില് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നതെന്നാണ് ഇവരെ ഇതെല്ലാം പഠിക്കാൻ വന്നവര് പറഞ്ഞത്. അതായത് പറയുന്നത് ജീൻ പിയാഗറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു, ഒരൊറ്റ കുട്ടിയായിരുന്നു. സോ അദ്ദേഹത്തിന് സിബ്ലിങ്സ് ഇല്ല, ആളുകളുമായിട്ട് അവര് അധികം മിങ്കിൾ ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അതേസമയം എറിക്സൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ,
എറിക്സൺ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അദ്ദേഹം പറയുന്നത് കുട്ടികൾ എത്രത്തോളം സോഷ്യലൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് വായിച്ച മീൻസ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ പറ്റി റിസർച്ച് ചെയ്തവർ പറയുന്നത് എറിക്സൺ വളരെ സോഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. അതായത് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയി കമ്മ്യൂണിറ്റിയുമായിട്ടും വളരെയധികം കണക്ഷൻ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് എറിക്സന്റെ ഒബ്സർവേഷൻ അങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവരെ പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇവരുടെ പേര് എഴുതിയേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. സ്പെല്ലിംഗ് ഒക്കെ ചിലപ്പോ ശരിയാണെന്നില്ല കേട്ടോ. ജീൻ പിയാഗറ്റ്, സിഗ്മണ്ട് ഫ്രോയിഡ്. റെക്കോർഡ് കാണുന്നവരാണെങ്കിൽ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പൊക്കോളണം, ചാറ്റ് ഉണ്ടാവില്ലല്ലോ. സിഗ്മണ്ട് ഫ്രോയിഡ്, ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ് മോളുണ്ട് ആൻ ഫ്രോയിഡ്, അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഫ്രോയിഡ്, ദെൻ എറിക്സൺ, എറിക്സൺ എന്നാണേ. എറിക്സൺ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എറിക്സൺ, വിക്ടോസ്കി, സ്പെല്ലി എന്നതൊക്കെ ചിലപ്പോ വൈക്ടോസ്കി എന്നൊക്കെ ചിലപ്പോ സ്പെല്ലിംഗ് കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോ കറക്ഷൻ ആയിട്ട് വന്നോളും. സോ ഈ പറയുന്നവരുടെയൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റിന് ഇവരുടെ സംഭാവനകൾ, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഈവൻ കുട്ടികളുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാനും എന്തിന് നമ്മളുടെ മുന്നിൽ ഒരു കുട്ടി വരുമ്പോ നമുക്ക് പെട്ടെന്ന് അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് അതിന് പറ്റിയൊരു ടൂളാണ്. ഇവരുടെ അവര് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുവാണെങ്കിൽ. ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു മറിയം മോണ്ടിസോറിക്ക്. അതവരെ അവർ തളർന്നു, അതാണ് അവർ US തിരിച്ചു പോകുന്നത്. ബട്ട് അവർക്ക് ഈ പറയുന്ന ക്യൂൻ മാർഗരിറ്റ, ഇറ്റലിയിലെ ക്യൂൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, അന്ന ഫ്രോയിഡ്, ഗാന്ധിജി, പിയാഗറ്റ്, അങ്ങനെ ലെക്ചർ മുസോളിനി. ആരീ മുസോളിനി? മുസോളിനി ഹിറ്റ്ലർ. ഹിറ്റ്ലറിനെ പറ്റി മുസോളിനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് മാം, ഉണ്ട്. ജർമ്മനിയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഹിറ്റ്ലർ. യെസ്. മുസോളിനിയോ? ഇറ്റലിയുടെ ആയിരുന്നു തോന്നുന്നു. മുസോളിനി പ്രസിഡന്റ് ആണ്. ജർമ്മനിയിലും ഇറ്റലിയിലും ഒരേ സമയം റൈസ് ചെയ്ത ഭയങ്കര പവർഫുൾ ആയ രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരുന്നു ഈ ഹിറ്റ്ലറും മുസോളിനിയും. രണ്ടുപേരും ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മത്സരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളെ കൊന്നൊടുക്കുമായിരുന്നു ഇവര് രണ്ടുപേരും. പക്ഷെ അവര് അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാര്, അവര് പവർഫുൾ ആകുന്നത് ഓട്ടോക്രാറ്റിക് ഏകാധിപതികളായിരുന്നു മുസോളിനി, ഹിറ്റ്ലർ. മുസോളിനി സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം. അങ്ങനെ മോണ്ടിസോറി ഇറ്റലിയിലെ പവർഫുൾ ആയിട്ടുള്ള ലീഡർ ആയിരുന്നു മുസോളിനി. മുസോളിനി ഇവർക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവരുടെ നാട്ടിലെ തന്നെ ഒരു പവർഫുൾ ലീഡർ സപ്പോർട്ട് ചെയ്തപ്പം അതെല്ലാം അവർക്ക് ഒരു ആശ്വാസമായി. അങ്ങനെ അവര് ഒരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. ഇത്രയും ആളുകളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ AMI ഇൻ സൗത്ത് അമേരിക്ക ഇൻ 1929 അവര് ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോളിനിയും ഭയങ്കരമായിട്ട് മോണ്ടിസോറി മെത്തേഡിന് അട്രാക്റ്റഡ് ആയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അധിക നേരം ഇവർ ഈ അട്രാക്ഷനായിട്ട് ഇരിക്കുന്ന? ഇവരുടെ ഉദ്ദേശം എന്താ? ഹിറ്റ്ലറുടെ മുസോളിനിയുടെ ഉദ്ദേശം എന്താണ് ശരിക്കും? യുദ്ധം ചെയ്യുക, മാക്സിമം വെട്ടിപ്പിടിക്കുക, ആൾക്കാരെ കൊന്നൊടുക്കുക. യെസ്, ഹി ക്രിയേറ്റഡ് ഫാസിസം. അങ്ങനെ ഉള്ള ആൾക്കാരാണ്. മോണ്ടിസോറിയുടെ എയിം എന്താ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ യുദ്ധം എന്നുള്ള കാര്യം വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മോണ്ടിസോറിയുടെ ഉദ്ദേശം. ഈ രണ്ട് ഓപ്പോസിറ്റ് ഐഡിയ ഉള്ളവർ തമ്മിൽ കണക്ട് ആവും ഇല്ല. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. സോ ഐ തിങ്ക് തീരുന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് തീർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് ഒന്നുകൂടെ എടുക്കാം.
ആ കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ. അപ്പൊ ഇതാണ് ഹിറ്റ്ലറും മുസോളിനിയും ആദ്യം അവർ അട്രാക്റ്റഡ് ആയി, ബട്ട് ലേറ്റർ അവര് അതിൽ നിന്നും പിൻവാങ്ങിയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാല് ഈ ജർമ്മനിയിൽ, അതായത് ഹിറ്റ്ലർക്ക് മനസ്സിലായി ഈ മോണ്ടിസോറിയുടെ മെത്തേഡ് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഉദ്ദേശം നടക്കില്ലല്ലോ. സോ അങ്ങനെ ജർമ്മനിയിലെ ഈ മെത്തേഡ് ബാൻ ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലെ സ്കൂൾസ് എല്ലാം മോണ്ടിസോറി മെത്തേഡ് വന്ന സ്കൂൾസ് എല്ലാം ക്ലോസ് ചെയ്തു. ആ സമയത്ത് മോണ്ടിസോറിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ അവർക്ക് സപ്പോർട്ട് കിട്ടിയ സ്ഥലം തന്നെ ഇത് ബാൻ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയാണ് സ്കൂൾസ്. പിന്നെ അവർ ഇന്ത്യയിലേക്ക് ആ സമയത്ത് അവർ പിന്നെ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. പലയിടത്തേക്കും ഈ മെത്തേഡ് ഒരു മെസ്സേജ് പോലെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യയിൽ വരുന്നത്. 1939 ആ സമയത്ത് ഇന്ത്യയിൽ വരുന്നു, ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഗാന്ധിജി അതിൽ നിന്നും പലതും അഡോപ്റ്റ് ചെയ്ത് സ്കൂളുകളിൽ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി. ആകെ ഒരു ചെറിയൊരു ഗാന്ധിജിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉള്ള സമയമാണല്ലോ. അപ്പോ സ്വദേശിവൽക്കരണം എന്നുള്ള രീതിയിലായിരിക്കാം മാതൃഭാഷയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ ഗാന്ധിജി പറഞ്ഞിരുന്നു. ബട്ട് സംഭവം അത് ഇപ്പൊ എല്ലാ ലാംഗ്വേജും പഠിക്കാന്നുള്ള രീതിയിൽ എല്ലാ രാജ്യങ്ങളും, നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും ഫോറിൻ ലാംഗ്വേജും അങ്ങനെ എല്ലാ ലാംഗ്വേജും കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെയൊക്കെ രീതിയിലാണല്ലോ ഇപ്പൊ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നടന്നത്. ഓക്കെ ഫൈൻ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. സോ സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഓഫ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? കമ്മിറ്റി ഫോം ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കുറച്ചൊരു ആക്റ്റീവ് ആകും ക്ലാസ്. ഓക്കെ, താങ്ക് യു മിസ്. Thank you, ma'am. താങ്ക് യു മാം. ഓക്കെ ബൈ. താങ്ക് യു മാം.